ഹലോ ഗൈസ്, ഇതൊരു എൻഡിങ്ങും സ്റ്റാർട്ടിങ്ങും ഒന്നും ഇല്ലാതെ എടുത്തു വെച്ച ഒരു വീഡിയോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് ആക്കി വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ ഇനി തിരിച്ചു പോകാൻ വേണ്ടി പോവുകയാണ്. നമ്മളിന്ന് വൈകുന്നേരം ഡിന്നറും ഒക്കെ കഴിഞ്ഞ് ഇവിടുന്ന് തിരിക്കത്തുള്ളൂ എങ്കിലും രാവിലെ തന്നെ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ വെക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതേ റൂമിലുള്ള സാധനങ്ങളെല്ലാം എടുത്തോന്നൊക്കെ നോക്കി എല്ലാം സെറ്റാക്കി ഞങ്ങളിതേ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഗോവയിലെ 2 ദിവസത്തെ നമ്മുടെ സ്റ്റേ ഒക്കെ ഇവിടെയായിരുന്നു. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് റൂമിൽ വൈകുന്നേരം ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് റീൽസ് എടുക്കണം, അതെടുക്കണം, ഇതെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല ലേറ്റായിട്ട് എത്തുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ടയേർഡായിരിക്കും. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിടന്ന് എങ്ങനെയും ഒന്ന് ഉറങ്ങിയാൽ മതി എന്ന് മാത്രമാണ്. പിന്നെ രാവിലെ ഞാൻ കാര്യമായിട്ടൊന്നും കഴിക്കാൻ നിന്നില്ല. കുറച്ച് വാട്ടർമെലണൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇന്നലെയാണ് ഞാനൊന്ന് മര്യാദയ്ക്ക് കിടന്നുറങ്ങുന്നത്. എന്നാലും ആ ഉറക്കം അങ്ങോട്ടേക്കൊന്നും ശരിയായിട്ടില്ല എന്ന് പറയാം. അങ്ങനെ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി നമ്മുടെ അടുത്ത സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മെയിനായിട്ടും പള്ളിയിലൊക്കെ പോകാനുള്ള പ്ലാനിലാണ്. ഇത് പിന്നെ നമ്മുടെ ഗോവൻ താലി മീൽസ് ആണ്. ഞാൻ പൊതുവേ മീൻ വറുത്തതും മീൻകറി പിന്നെയും ചിലത് കഴിക്കും. പക്ഷേ മീൻ വറുത്തതൊന്നും അങ്ങനെ പുറത്തുനിന്ന് കഴിക്കാത്തതാണ്. വീട്ടിലുണ്ടാക്കുന്ന മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. പക്ഷേ ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. പിന്നെ ഏതായാലും വന്നല്ലേ ടേസ്റ്റ് ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഓർത്ത് കഴിച്ചാൽ, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ലാസ്റ്റ് കുടിക്കാനാണെന്ന് തോന്നുന്നു ഇവർ വൈൻ്റെ കളറിലുള്ള എന്തോ ഒരു വെള്ളം കൊണ്ടുവെക്കും. ഞാൻ ഓൾറെഡി ഒരു നാരങ്ങ വെള്ളം മേടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടും ചെറിയ രീതിയിലുള്ള പണികളൊക്കെ കിട്ടിയത് കൊണ്ടും ഞാൻ പിന്നെ അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയില്ല. പണിയെന്ന് പറയുമ്പോൾ വേറെ പണിയൊന്നുമല്ല, കടയിൽ നിന്നൊരു നാരങ്ങ വെള്ളം മേടിച്ച് കുടിച്ചതാണ്. പക്ഷേ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്തോ അത് പിടിച്ചില്ല. അതിൻ്റെ അകത്ത് ആൽക്കഹോൾ മിക്സ് ആയോ എന്നൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. രാവിലെ ഫുഡ് കഴിക്കാത്തതിൻ്റെയൊക്കെ പ്രശ്നമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എനിക്ക് ആൽക്കഹോൾ തീരെ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. ഞാൻ അവിടെ ചെന്നിട്ടും ആൽക്കഹോൾ ടേസ്റ്റ് ഒന്നും ചെയ്ത് നോക്കിയില്ലായിരുന്നു. അറിയാതെ ആണെങ്കിൽ പോലും ഇത് ഉള്ളിൽ ചെന്നല്ലോ എന്ന് ഓർത്തപ്പോഴത്തേക്കും പെട്ടെന്നൊരു സങ്കടമൊക്കെ വന്നു. പിന്നെ എന്നെ എല്ലാവരും കളിയാക്കുകയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും അതും പറഞ്ഞ് പിള്ളേർ കളിയാക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ലാസ്റ്റ് സ്പോട്ടായിട്ടുള്ള ഒരു ബീച്ചിലേക്കും കൂടെ പോയി. അവിടുന്ന് പിന്നെ കുറച്ച് ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു. ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ +2 പഠിച്ച ഒരു കൊച്ചിനെ ഞാൻ കണ്ടായിരുന്നു. അവളും ഇതേപോലെ കോളേജിൽ നിന്ന് ട്രിപ്പ് വന്നതാണ്. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മെനു ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഇതായിരുന്നു. കാരണം നമ്മുടെ ഒരു കേരള സ്റ്റൈലായിരുന്നു. തറവാടെന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ നിന്നായിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ അതേ നമ്മൾ ഈ ലേസർ ലൈറ്റൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ കുറേ നേരം അതും കൊണ്ട് കളിക്കുകയായിരുന്നു. കുറേ നേരം ഞങ്ങൾ 3 പേരും കൂടെ, ഞങ്ങൾ 4-5 പേരും കൂടെ നിന്ന് അവിടെ അങ്ങനെ കളിച്ചു. അങ്ങനെ നമ്മുടെ ഫൈനൽ ഇയർ ട്രിപ്പ് ദേ ഇവിടെ അവസാനിക്കുക. ഗോവയിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി തിരിക്കാൻ വേണ്ടി പോവുകയാണ്. സത്യം പറഞ്ഞാൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. നാളെ ഇനി തിരിച്ച് വീട്ടിലെത്തുമല്ലോ എന്നോർത്തുള്ള സങ്കടമല്ല, ഇതിൻ്റെ സന്തോഷം ചെറുതായിട്ടുണ്ടെങ്കിലും ഇവരോടൊപ്പമുള്ള ഈ ലാസ്റ്റ് ട്രിപ്പൊക്കെ ഇവിടെ അവസാനിക്കുവാണല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ നമ്മൾ കുറച്ചധികം വൈകിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ നിർത്തിയത്. ഇനിയിപ്പോൾ വളരെ കുറച്ച് മണിക്കൂറും കൂടെ ഉള്ളൂ നമ്മുടെ ട്രിപ്പ് കംപ്ലീറ്റ്ലി അവസാനിക്കാൻ വേണ്ടിയിട്ട്. ഓർക്കുമ്പോൾ എന്തോ പോലെ നല്ല സങ്കടമൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ അത് പറഞ്ഞ് പരസ്പരം സങ്കടപ്പെടുത്തിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ ചാടി കയറി അങ്ങ് ഫുഡ് കഴിച്ചു. ഞാനും സവറും കൂടെ ഷെയർ ചെയ്തായിരുന്നു കഴിച്ചത്. അപ്പോൾ അത് എൻ്റെ ഫ്രണ്ടിൻ്റെ പ്ലേറ്റാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു. അങ്ങനെ നമ്മുടെ എറണാകുളം എത്തി. ഇനി കുറച്ച് മിനിറ്റുകൾ കൂടെ ബാക്കി നമ്മുടെ കോളേജിലെത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഇടയ്ക്കൊക്കെ വഴിയിൽ വെച്ച് ഓരോ ആൾക്കാരൊക്കെ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ കോളേജിലാണ് ചെന്ന് ഇറങ്ങുന്നത്. കാരണം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ അല്ല വണ്ടി പോകുന്നത്. ഞങ്ങളുടെ കോളേജിൽ നിന്ന് എവിടൊക്കെ ട്രിപ്പ് പോയിട്ടുണ്ടോ അതെല്ലാം പോയിക്കൊണ്ടിരുന്നത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആയിരുന്നു. പക്ഷേ ഇത് മാത്രം വേറെ റൂട്ടാണ് പോയത്. പക്ഷേ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയാൽ പോലും ഞാൻ കോളേജിൽ വന്നിട്ടാണ് കയറുന്നതും കോളേജിൽ ചെന്നിട്ടാണ് ഇറങ്ങുകയും ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പൊക്കെ ഇവിടെ അവസാനിച്ചു ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.